എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 2 മുതൽ 4 തീയതി വരെയുള്ള പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഇനി മറ്റെങ്ങും പോകേണ്ട, ടാലന്റ് അക്കാദമിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം എത്രയും പെട്ടെന്ന് വാങ്ങി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടാലന്റ് അക്കാദമിയുടെ റിസർച്ച് സ്കോളേഴ്സ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കോപ്പികൾ ഉടൻ തന്നെ ഉറപ്പാക്കി നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ്. 2026 ഓഗസ്റ്റിൽ നാവികസേന ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരാണ്? എന്താണ്? നാവികസേന ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് മലയാളിയായ AN പ്രമോദ് ആണ് കേട്ടോ. 2026 ഓഗസ്റ്റിൽ നാവികസേന ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരാണെന്നാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്. ആരാണ്? AN പ്രമോദ് ആണ്. നാവികസേനയുടെ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് എന്താണ്? 2026 ഓഗസ്റ്റിൽ നാവികസേന ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരാണ്? AN പ്രമോദ്. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് പരിശോധിക്കാം. 2026 പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന മലയാള നോവൽ ഏതാണ്? പ്രസിദ്ധീകരണത്തിന്റെ എത്രയാണ്? 50-ാമത്തെ വാർഷികം ആചരിക്കുന്ന മലയാള നോവൽ ഏതാണ്? നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഏതാണ്? അഗ്നിസാക്ഷിയാണ്. 2026 എന്താണ്? പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന മലയാള നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എഴുതിയത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷിയാണ് 2026 പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. 1976 ഖണ്ഡശ രൂപേണ ഈ ഒരു പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അതുപോലെ ഒരു മുഴുവൻ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു 1977 ഒരു പുസ്തക രൂപത്തിൽ, മുഴുവൻ പുസ്തക രൂപത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്നായിരുന്നു 1977. നിരവധി അവാർഡുകളാണ് ഈ ഒരു പുസ്തകത്തിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് അഗ്നിസാക്ഷിക്കായിരുന്നു. അതുപോലെ തന്നെ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ അഗ്നിസാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം അഗ്നിസാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന മലയാള നോവൽ ഏതാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, അടുത്തിടെ 30 വർഷം നീണ്ടുനിന്ന സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ അവസാനത്തെ പൗണ്ട് കീപ്പർ ആരാണ്? 30 വർഷം നീണ്ടുനിന്ന സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ അവസാനത്തെ പൗണ്ട് കീപ്പർ ആരാണ്? ശോശാമയാണ് 30 വർഷം നീണ്ടുനിന്ന സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ അവസാനത്തെ പൗണ്ട് കീപ്പർ ആരാണ്? ശോശാമ. മലപ്പുറം ജില്ലയിലെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നായിരുന്നു ശോശാമ വിരമിച്ചത്. ഏതാണ്? വട്ടംകുളം. മലപ്പുറം ജില്ലയിലെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നായിരുന്നു ശോശാമ വിരമിച്ചത്. ഇനി എന്താണ് പൗണ്ട് കീപ്പർ? പൊതുനിരത്തിൽ അല്ലെങ്കിൽ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആ ഒരു സ്പേസ് ആണ്, ആ ഒരു ഇടത്തിന്റെ പേരാണ് പൗണ്ട് അല്ലെങ്കിൽ അല എന്ന് പറയുന്നത്. ഈ പൗണ്ട് കീപ്പർ ആയിട്ടാണ് ശോശാമ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്നത്. എത്ര നാളാണ്? 30 കൊല്ലത്തിലേറെ. അപ്പം 30 വർഷം നീണ്ടുനിന്ന സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ അവസാനത്തെ പൗണ്ട് കീപ്പർ, ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും അവസാനത്തെ പൗണ്ട് കീപ്പർ ആയിട്ട് വിരമിച്ച വ്യക്തിയുടെ പേരെന്താണ്? ശോശാമ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ 101ാമത് റംസാർ സൈറ്റ് ഏതാണ്? ഇന്ത്യയിലെ 101ാമത് റംസാർ സൈറ്റ് ഏതാണ്? ഗ്ലോ ലേക്ക് ആണ്. ഇന്ത്യയിലെ 101ാമത് റംസാർ സൈറ്റ് ഗ്ലോ ലേക്ക് ഏത് സംസ്ഥാനത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമുക്ക് പഠിക്കണ്ടേ? അരുണാചൽ പ്രദേശ്.
അരുണാചൽ പ്രദേശിലാണ് ഈ ഗ്ലോ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ റംസാർ സൈറ്റും ഏത് തന്നെയാണ്? ഗ്ലോ ലേക്ക് ആണ്. അപ്പോൾ ഇന്ത്യയിലെ 101ാമത് റംസാർ സൈറ്റ് ഏതാണ്? ഗ്ലോ ലേക്ക് ആണ്. ഇന്ത്യയിലെ 100ാമത് റംസാർ സൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റ്. പക്ഷെ 101ാമത്തെ റംസാർ സൈറ്റ് ആയിരിക്കുന്നു ഗ്ലോ ലേക്ക്. ഗ്ലോ ലേക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, അടുത്തിടെ H5N1 വൈറസ് ബാധ മൂലം കടൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്ത രാജ്യം ഏതാണ്? ഏത് വൈറസ് ബാധ മൂലമാണെന്ന് ഓർത്തു വെക്കുക. H5N1 വൈറസ് ബാധ മൂലം കടൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയിലാണ് ഈ ഒരു വൈറസ് ബാധ മൂലം ഒരുപാട് കടൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഏത് വൈറസ് ആണ്? H5N1 വൈറസ്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. അടുത്തിടെ H5N1 വൈറസ് ബാധ മൂലം കടൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ ഏറ്റവും പുതിയ പേര് റിപ്പബ്ലിക് ഓഫ് നവേറോ എന്നാണ്. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ ഏറ്റവും പുതിയ പേര് ഇതാണ്, റിപ്പബ്ലിക് ഓഫ് നവേറോ. അതുപോലെ തന്നെ നമുക്കറിയാം, വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോക രാജ്യങ്ങളിൽ 3ാമത്തെ ചെറിയ രാജ്യമാണ്. ഏറ്റവും ചെറിയ 3ാമത്തെ രാജ്യമാണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നൗറു. മുൻപ് നൗറു എന്ന് അറിയപ്പെട്ടിരുന്ന ഈ ഒരു രാജ്യം. അപ്പൊ പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ ഏറ്റവും പുതിയ പേര് എന്താണ്? റിപ്പബ്ലിക് ഓഫ് നവേറോ. അതുപോലെ നൗറുവിയൻ എന്നായിരുന്നു മുൻപ് പൗരരെ ഈ സിറ്റിസൺസിനെ ഈ രാജ്യം അഭിസംബോധന ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ അത് ഡേ നവേറോ എന്ന് പുതുക്കി വിളിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഡേ നവേറോ എന്നാണ് അവർ പൗരരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ പുതിയ പേര് എന്താണ്? റിപ്പബ്ലിക് ഓഫ് നവേറോ. ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPI ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 176 ആണ് കേട്ടോ. 176 ആണ് 2026 ഏതാണ്? എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPI അല്ലെങ്കിൽ പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 176 ആണ്. അതുപോലെ തന്നെ ഈ പട്ടികയിൽ 1ാമതുള്ള രാജ്യം ഏതായിരുന്നു? എസ്റ്റോണിയ. എസ്റ്റോണിയ ആയിരുന്നു 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ 1ാമതുള്ള രാജ്യം. അവസാനത്തെ രാജ്യം ഏതായിരുന്നു? അതുകൂടെ മറന്നു പോകരുത്. എത്രയാണ്? ലാവോസ് ആണ് കേട്ടോ. ലാവോസ് ആയിരുന്നു ഈ പട്ടികയിൽ അവസാനം ഇടം പിടിച്ച രാജ്യം. 176 ആണ് ഇന്ത്യയുടെ രാജ്യം. ഇനി ആരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്? യേൾ യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ടാണ് ഈ ഒരു പട്ടിക പുറത്തിറക്കുന്നത്. ഏതൊക്കെയാണ്? യേൾ യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ടാണ് ഈ ഒരു പട്ടിക പുറത്തിറക്കുന്നത്. ഏത് പട്ടികയാണ്? എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ്. നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. 2026 എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 176. ഈ പട്ടികയിൽ 1ാമതുള്ള രാജ്യം ഏതാണ്? എസ്റ്റോണിയ. അവസാനമുള്ള രാജ്യം ഏതാണ്? ലാവോസ്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷയിലൊന്നാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് മുൻവർഷ ചോദ്യപേപ്പറുകളെയും സിലബസിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ റാങ്ക് ഫയല് ടാലന്റ് അക്കാദമി പുറത്തിറക്കുന്നു. അപ്പൊ ഈ ഒരു പുസ്തകം പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോപ്പികൾ ഉറപ്പാക്കി ഉടൻ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ്
സ്റ്റേഷന്റെ പേരെന്താണ്? ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ആ ഒരു സ്പേസ് സ്റ്റേഷന്റെ പേരെന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, BAS, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷന്റെ പേരെന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, BAS. 2028 ഇതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ മൊഡ്യൂൾ ഇന്ത്യ വിക്ഷേപിക്കും എന്നാണ്. 2028 ആദ്യത്തെ മൊഡ്യൂൾ വിക്ഷേപിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പണി പൂർത്തിയാവുന്നത് എന്നായിരിക്കും 2035 ഇതിന്റെ പ്രവർത്തനം, ഇല്ലെങ്കിൽ ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുന്നത് 2035 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷന്റെ പേരെന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. എന്താണ്? BAS. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചികിത്സിച്ച് ഭേദമാക്കിയാലും ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനത്തിന്റെ പേരാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. എന്താണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണ് സുപ്രധാനമായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. എന്താണ്? ചികിത്സിച്ചു ഭേദമാക്കിയാലും ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഏതാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ടെസ്സി തോമസ് മാളിയേക്കലും രേഷ്മ രാജും നേതൃത്വം നൽകുന്ന ഗവേഷകരാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ. എന്താണ് ആ കണ്ടുപിടുത്തം? ചികിത്സിച്ചു ഭേദമാക്കിയാലും ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഏതാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഇതിന് നേതൃത്വം കൊടുത്ത ആ ശാസ്ത്രജ്ഞകളുടെ പേര് കൂടെ ഓർത്തു വെക്കുക. ടെസ്സി തോമസ് മാളിയേക്കൽ, രേഷ്മ രാജ്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സസ്യത്തെ പറ്റിയാണ് നമ്മളുടെ അടുത്ത പോയിന്റ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരെന്താണ്? അനാഫാലിസ് റോസ്മാരിനിഫോളിയ. എന്താണ്? അനാഫാലിസ് റോസ്മാരിനിഫോളിയ എന്നാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അനാഫാലിസ് റോസ്മാരിനിഫോളിയ എന്നാണ് ഈ പുതിയ സസ്യത്തിന്റെ പേര്. നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിൽ നിന്നാണ്, എങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ സസ്യം എവിടെയാണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നു. മുക്കുരത്തി നാഷണൽ പാർക്കിലും ഈ ഒരു സസ്യം കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? അനാഫാലിസ് റോസ്മാരിനിഫോളിയ. മുക്കുരത്തി നാഷണൽ പാർക്കിലും അതുപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലുമാണ് ഈ ഒരു സസ്യത്തെ കണ്ടുവരുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ ദിവസം സമാപിച്ചിരുന്നു. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗ്ലാസ്ഗോയിലാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചായിരുന്നു 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അതുപോലെ തന്നെ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഫിന്നി എന്താണ്? ഒരു യൂണിക്കോണായ ഫിന്നി ആയിരുന്നു 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം. അതുപോലെ തന്നെ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടിക കൂടെ നമുക്ക് പരിശോധിക്കേണ്ടേ. 1ാം സ്ഥാനത്ത് ഏത് രാജ്യമായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു മെഡൽ പട്ടികയിൽ 1ാമതുള്ള രാജ്യം. 2ാം സ്ഥാനം ഏത് രാജ്യമായിരുന്നു? ഇംഗ്ലണ്ടിനായിരുന്നു 2ാം സ്ഥാനം. 3ാം സ്ഥാനം ഏത് രാജ്യത്തിനായിരുന്നു? കാനഡയായിരുന്നു 3ാം സ്ഥാനം. എങ്കിൽ 4ാം സ്ഥാനത്ത് ഏത് രാജ്യമായിരുന്നു? 39 മെഡലുകളുമായി 4ാമതെത്തിയ രാജ്യം ഇന്ത്യ ആയിരുന്നു. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ നോക്കിയത്. ഏതാണ്? വേദി എവിടെയായിരുന്നു? ഗ്ലാസ്ഗോ. വിക്ടോറിയ ആയിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്, പക്ഷേ വിക്ടോറിയ പിന്മാറി, പിന്നീട് ഗ്ലാസ്ഗോയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഭാഗ്യചിഹ്നം ഏതാണ്? ഫിന്നി എന്ന യൂണിക്കോൺ ആണ് കോമൺവെൽത്ത് ഗെയിംസ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിരുന്നത്. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ഓസ്ട്രേലിയ, 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 3ാം സ്ഥാനത്ത് കാനഡ, 4ാം സ്ഥാനത്ത് ഇന്ത്യയുമായിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി 13 സ്വർണം നേടിയ ആ അത്ലറ്റുകളുടെ പേരുകൾ നിങ്ങൾ മറന്നു പോവരുത്. അപ്പോൾ ആരൊക്കെയാണ്? സച്ചിൻ സിവാച്ച് ബോക്സിംഗിൽ ഇന്ത്യക്കായി സ്വർണം നേടിയിരുന്നു. അങ്കുഷ് പങ്കൽ ബോക്സിംഗിൽ ഇന്ത്യക്കായി സ്വർണം നേടിയിരുന്നു.
സാക്ഷി ചൗധരിയും ബോക്സിംഗിലായിരുന്നു ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചത്. പിന്നെ പ്രീതി പവാർ ബോക്സിംഗിൽ ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചു. അതുപോലെ തന്നെ ജാസ്മിൻ ലെംപോറിയും ബോക്സിംഗിൽ ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചു. അതുപോലെ തന്നെ പ്രിയ ഗൻഗാസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്നു. അരുന്ധതി ചൗധരി ബോക്സിംഗിലായിരുന്നു സ്വർണം നേടിയത്. ഷർമിള ധൻകർ പാരാ അത്ലറ്റിക്സിലായിരുന്നു സ്വർണം നേടിയെന്ന കാര്യം മറന്നു പോകരുത്. സോമൻ റാണയ്ക്കും പാരാ അത്ലറ്റിക്സിലായിരുന്നു സ്വർണം. അസ്മിതാടെ ജൂഡോയിലായിരുന്നു സ്വർണം നേടിയത്. ഹർഷ് സിംഗ് ഏത് ഇനത്തിലായിരുന്നു? അതും ജൂഡോ തന്നെയായിരുന്നു. ദിലീപ് ഗവിറ്റ് സ്വർണം നേടിയത് പാരാ അത്ലറ്റിക്സിലായിരുന്നു. മീരാഭായ് ചാനുവിന്റെ സ്വർണ്ണ നേട്ടം ഏത് ഇവന്റിലായിരുന്നു? വെയ്റ്റ് ലിഫ്റ്റിംഗിലായിരുന്നു. അങ്ങനെ 13 സ്വർണമാണ് ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വന്തമാക്കിയത്. 13 സ്വർണം. അതുപോലെ തന്നെ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ 2 മലയാളി സുവർണ താരങ്ങളുണ്ട്. അവരുടെ പേരുകളും മറന്നു പോകരുത്. എം ശ്രീശങ്കർ അത്ലറ്റിക്സ് ലോങ് ജമ്പിലായിരുന്നു ശ്രീശങ്കർ മത്സരിച്ച് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. മുഹമ്മദ് ബാസിൽ, നമ്മൾ പഠിച്ചിരുന്നു ഈ പേര്. മുഹമ്മദ് ബാസിലിന് പാരാ അത്ലറ്റിക്സിലും വെള്ളി മെഡൽ ലഭിച്ചിരുന്നു. അപ്പോൾ വെള്ളി മെഡൽ നേടിയ 2 മലയാളി താരങ്ങളുടെ പേര് ഏതൊക്കെയാണ്? എം ശ്രീശങ്കറും മുഹമ്മദ് ബാസിലും. അത്ലറ്റിക്സിലും പാരാ അത്ലറ്റിക്സിലുമായിരുന്നു ഈ താരങ്ങൾ, കേരളത്തിന്റെ ഈ സുവർണ താരങ്ങൾ വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള ഡേവിഡ് ഡിക്സൺ അവാർഡ് നേടിയ താരമാരായിരുന്നു? മെലാനി വുഡ്സ്. സ്കോട്ടിഷ് താരമായ മെലാനി വുഡ്സിനായിരുന്നു ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള ഡേവിഡ് ഡിക്സൺ അവാർഡ് നേടിയത്. പാരാലിമ്പിക്സ് താരമായിട്ടുള്ള മെലാനി T54 പാരാ അത്ലറ്റ് ആയിട്ടുള്ള മെലാനി വുഡ്സ് T54 കാറ്റഗറിയിലാണ് മത്സരിച്ചത്. T54 കാറ്റഗറിയിലെ 1500 മീറ്റർ അതുപോലെ 400 മീറ്റർ എന്നീ മത്സരങ്ങളിലായിരുന്നു മെലാനി വുഡ്സ് സ്കോട്ട്ലൻഡിനെ പ്രതിനിധീകരിച്ച് സ്വർണം നേടിയത്. അപ്പോൾ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള ഡേവിഡ് ഡിക്സൺ അവാർഡ് നേടിയ താരമാരാണ്? മെലാനി വുഡ്സ്. T54 കാറ്റഗറിയിൽ മത്സരിച്ച മെലാനി വുഡ്സ്, സ്കോട്ടിഷ് താരമായ മെലാനി വുഡ്സ് ആണ് ഏറ്റവും മികച്ച താരമായിട്ട് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇനി 2026 ഗ്ലാസ്ഗോ ഗെയിംസ് കഴിഞ്ഞു. ഇനി 2030 വേദി എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ നഗരമായ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് അരങ്ങേറുന്നത്. അപ്പോൾ ഇന്ത്യ 2ാം വട്ടം കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുവാൻ പോകുന്നു. ഏത് നഗരത്തിൽ വെച്ചാണ്? അഹമ്മദാബാദ് നഗരത്തിൽ വെച്ചാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുവാൻ പോകുന്നത്. കായിക ലോകത്ത് നിന്നുള്ള മറ്റൊരു നേട്ടം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. തായ്പോയ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? തൻവി ശർമ്മയാണ് തായ്പോയ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ആരാണ്? തൻവി ശർമ്മ. 17 വയസ്സാണ് തൻവി ശർമ്മയുടെ പ്രായം. അപ്പോൾ തായ്പോയ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഇന്ത്യയുടെ തൻവി ശർമ്മ. 17ാമത്തെ വയസ്സിലാണ് തൻവിയുടെ ഈ നേട്ടം. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. തായ്പോയ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം ആരാണ്? തൻവി ശർമ്മ. കായിക ലോകത്തു നിന്നുള്ള മറ്റൊരു വാർത്ത കൂടെ ചർച്ച ചെയ്യുന്നു. വനിതാ സീനിയർ അന്തർ സംസ്ഥാന T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ CHM ട്രോഫി 2026 ജയിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ് കേട്ടോ. കേരളമാണ് വനിതാ സീനിയർ അന്തർ സംസ്ഥാന T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ആയ CHM ട്രോഫിയുടെ 2026 ജേതാക്കൾ. ഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ 48 റൺസിനാണ് കേരളത്തിലെ പുലിക്കുട്ടികൾ തോൽപ്പിച്ചത്. എത്രയാണ്? 48 റൺസിന് ഹിമാചൽ പ്രദേശിനെ കേരളം കീഴടക്കിയിട്ടാണ് വനിതാ സീനിയർ അന്തർ സംസ്ഥാന T20 ടൂർണമെന്റ് ആയ CHM ട്രോഫിയിൽ കേരളം മുത്തമിട്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? വനിതാ സീനിയർ അന്തർ സംസ്ഥാന T20 ടൂർണമെന്റ് ആയ CHM ട്രോഫിയിൽ 2026 ജേതാക്കൾ ആരാണ്? കേരളം. നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു വാർത്ത, 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ
പുതിയ ഫീൽഡിംഗ് കോച്ചായി ചുമതലയേറ്റത് ആരാണ്? ശുഭദീപ് ഘോഷാണ്. ശുഭദീപ് ഘോഷാണ് 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഫീൽഡിംഗ് കോച്ചായി ചുമതലയേറ്റത്. ആരാണ്? ശുഭദീപ് ഘോഷ്. ടി ദിലീപ് പേര് നമുക്ക് സുപരിചിതമാണ്. പി ദിലീപ്. ടി ദിലീപ് ആയിരുന്നു 2024ലും 26ലും 2024-26 2020 ലോകകപ്പ് സമയത്തെ ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ച് ആരായിരുന്നു? ടി ദിലീപ് ആയിരുന്നു. അതുപോലെ തന്നെ 2025ന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയ വർഷമായിരുന്നു. ഈ ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോഴും ഇന്ത്യൻ ഫീൽഡിംഗ് കോച്ച് ആയിരുന്നത് ആരായിരുന്നു? ടി ദിലീപ് ആയിരുന്നു. ഈ ടി ദിലീപ് സ്ഥാനം ഒഴിഞ്ഞ ആ ഒഴിവിലേക്കാണ് ശുഭദീപ് ഘോഷ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായി നിയമിതനായത് ആരാണ്? ശുഭദീപ് ഘോഷ്. ഒഴിഞ്ഞ ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിക്കപ്പെടുന്നത്? ടി ദിലീപ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത, 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക ആരാണ്? ജമുന റാണിയാണ് 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക. തമിഴ്, തെലുങ്കു, മലയാളം, സിംഹള ഭാഷകളിലായിട്ട് 6000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു ഗായികയായിരുന്നു ജമുന റാണി. അപ്പോൾ 2026 ഓഗസ്റ്റിൽ ജമുന റാണി ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ആ ഒരു വിയോഗ വാർത്ത എന്തായിരുന്നു? 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായികയുടെ പേരെന്താണ്? ജമുന റാണി. മറ്റൊരു വാർത്തയിലേക്ക് കിടക്കുന്നു. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നേപ്പാളി പർവ്വതാരോഹകന്റെ പേരെന്താണ്? നിർമ്മൽ പൂർജ. എന്താണ്? നിർമ്മൽ പൂർജ എന്നാണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നേപ്പാളി പർവ്വതാരോഹകൻ. ഓർത്തിരിക്കുക, 8000 മീറ്ററിലധികം ഉയരമുള്ള കൊടുമുടികൾ, 8000 മീറ്ററിലധികം ഉയരമുള്ള 14 കൊടുമുടികൾ 6 മാസം കൊണ്ട് കീഴടക്കി ലോക റെക്കോർഡിട്ട വ്യക്തിയാണ് ആര്? നിർമ്മൽ പൂർജ. എന്താണ്? 8000 മീറ്ററിലധികം ഉയരമുള്ള 14 കൊടുമുടികൾ 6 മാസം കൊണ്ട് കീഴടക്കി ലോക റെക്കോർഡ് നേടിയ വ്യക്തിയാണ് നിർമ്മൽ പൂർജ. ഇദ്ദേഹത്തിന്റെ ജീവിതം അടിസ്ഥാനമാക്കി 14 Peaks Nothing is Impossible എന്ന ഒരു പ്രശസ്തമായ ഡോക്യുമെന്ററിയും ഉണ്ട്. എന്താണ്? 14 Peaks Nothing is Impossible എന്ന പ്രശസ്ത ഡോക്യുമെന്ററി ആരുടെ ജീവിതത്തെ പ്രമേയപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിർമ്മൽ പൂർജ. അപ്പോൾ നിർമ്മൽ പൂർജയുമായിട്ട് നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു? 8000 മീറ്ററിലധികം ഉയരമുള്ള 14 കൊടുമുടികൾ 6 മാസം കൊണ്ട് കീഴടക്കി ലോക റെക്കോർഡ് നേടിയ വ്യക്തിയായിരുന്നു. ഒരു നേപ്പാളി പർവ്വതാരോഹകനായിരുന്നു ആര്? നിർമ്മൽ പൂർജ. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നേപ്പാളി പർവ്വതാരോഹകന്റെ പേരെന്താണ്? നിർമ്മൽ പൂർജ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ മദ്രാസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ. എന്താണ്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ ആണ് 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ മദ്രാസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. ആരാണ്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ. ഈ ലിബറാൻ കമ്മീഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബാബറി മസ്ജിദ് തകർക്കാനുണ്ടായ കാരണത്തെ പറ്റി പഠിച്ച ഏകംഗ കമ്മീഷൻ ആയിരുന്നു ലിബറാൻ കമ്മീഷൻ. അപ്പോൾ ലിബറാൻ കമ്മീഷനിലെ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ അന്തരിച്ചിരിക്കുന്നു. 2009 ഇദ്ദേഹം ഈ ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത്. 2009 ഇദ്ദേഹം ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മദ്രാസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താണ്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് തയ്യാറെടുക്കുവാനായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് പുസ്തകം ടാലന്റ് അക്കാദമി പുറത്തിറക്കുന്നു. അപ്പൊ ഈ ഒരു പുസ്തകം പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് പ്രീ ബുക്ക് ചെയ്ത് നിങ്ങളുടെ കോപ്പികൾ ഉടൻ തന്നെ ഉറപ്പാക്കി നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ടുള്ള പ്രയാണം തുടരുക.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാനുള്ള ടൈമാണ്, നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ടൈമാണ്. ആദ്യം നമ്മൾ പഠിച്ചത് 2026 ഓഗസ്റ്റിൽ നാവികസേന ഡെപ്യൂട്ടി ചീഫ് ആയി ചുമതലയേറ്റത് ആരായിരുന്നു എന്നാണ്. എൻ പ്രമോദ് ആണത്. അതുപോലെ തന്നെ 2026 പ്രസിദ്ധീകരണത്തിന്റെ 50ാം വാർഷികം ആചരിക്കുന്ന മലയാള നോവൽ ഏതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നു? ഏതായിരുന്നു? അഗ്നിസാക്ഷി. ഏതാണ്? അഗ്നിസാക്ഷി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, അടുത്തിടെ 30 വർഷം നീണ്ടു നിന്ന സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ അവസാനത്തെ പൗണ്ട് കീപ്പറുടെ പേരാണ്, നമുക്കറിയാം, അത് ശോശാമ. ഇന്ത്യയിലെ 101ാമത് റംസാർ സൈറ്റ്, എന്നോടൊപ്പം തന്നെ പറഞ്ഞു, ഗ്ലോ ലേക്ക്, അരുണാചൽ പ്രദേശിലെ ഗ്ലോ ലേക്ക്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ H5N1 വൈറസ് ബാധ മൂലം കടൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ രാജ്യത്തെ പറ്റിയായിരുന്നു. ഏതായിരുന്നു ആ രാജ്യം? ഓസ്ട്രേലിയ. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ ഏറ്റവും പുതിയ പേരെന്തായിരുന്നു? റിപ്പബ്ലിക് ഓഫ് നവേറോ. എന്താണ്? റിപ്പബ്ലിക് ഓഫ് നവേറോ. 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPIയുടെ ഇന്ത്യയുടെ റാങ്ക് നമ്മൾ പഠിച്ചിരുന്നു. 176 ആണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷന്റെ പേര് എന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ. ചികിത്സിച്ചു ഭേദമാക്കിയാലും ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഏതാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. അതുപോലെ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരെന്താണ്? അനാഫാലിസ് റോസ്മാരിനിഫോളിയ. എന്താണ്? അനാഫാലിസ് റോസ്മാരിനിഫോളിയ. ഗ്ലാസ്ഗോ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചേറെ വിവരങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വേദി എവിടെയായിരുന്നു? ഗ്ലാസ്ഗോ. ഭാഗ്യചിഹ്നം ഏതാണ്? ഫിന്നി എന്ന യൂണിക്കോൺ. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3ാം സ്ഥാനം കാനഡ, 4ാം സ്ഥാനം ഏതാണ്? ഇന്ത്യ. നമ്മൾ പഠിച്ച മറ്റ് 2 പോയിന്റുകൾ, തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ പേരാണ്. ഇപ്പോൾ നമുക്കറിയാം, അത് തൻവി ശർമ്മ. വനിതാ സീനിയർ അന്തർ സംസ്ഥാന T20 ടൂർണമെന്റ് ആയ CHM ട്രോഫി 2026 നേടിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഫീൽഡിംഗ് കോച്ചായി ചുമതലയേറ്റത് ആരാണ്? ശുഭദീപ് ഘോഷാണ്. അതുപോലെ 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായികയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ആരാണ്? ജമുന റാണി. അതുപോലെ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത നേപ്പാളി പർവ്വതാരോഹകൻ ആരാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആരായിരുന്നു? നിർമ്മൽ പൂർജ. ആരാണ്? നിർമ്മൽ പൂർജ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ മദ്രാസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസിന്റെ പേര്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ. എന്താണ്? ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചിട്ടുള്ള ടാലന്റ് അക്കാദമി ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രസിദ്ധീകരണമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള LGS റാങ്ക് ഫയൽ. LGSന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് 2027 എഡിഷൻ ആണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൂർണ്ണമായും സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആധാരമാക്കി മുൻവർഷ ചോദ്യ പേപ്പറുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 2027 2026 നിങ്ങളൊരു സ്വപ്ന ജോലിയിലോട്ട് എത്തിച്ചേരാനുള്ള എല്ലാ ചേരുവകളും ഒത്തിണക്കിയാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകത്തിന്റെ കോപ്പി സ്വന്തമാക്കി നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ടുള്ള ആ ഒരു യാത്ര തുടരുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. 2026 കക്കാട് പുരസ്കാരത്തിന് അർഹനായ തിമുല വിദ്വാൻ ആരാണ്? കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കാഞ്ഞങ്ങാട് മുരളീധരൻ മാരാർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാർ, ഡോക്ടർ NP വിജയകൃഷ്ണൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ നൽകുന്ന ഫീൽഡ്സ് മെഡൽ എത്ര വർഷത്തിൽ ഒരിക്കലാണ് സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ 2 വർഷം, ഓപ്ഷൻ ബി 4 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 10 വർഷം. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പ് ചരിത്രത്തിൽ തുടർച്ചയായ 2 തവണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ബി M ശ്രീശങ്കർ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് കൂടുതൽ മാനുഷികവും സ്നേഹ നിർഭരവുമായ അന്തരീക്ഷം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ഡി സ്നേഹാലയം. എന്താണ്?
ഓപ്ഷൻ ഡി സ്നേഹാലയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ